Hi all, welcome to Shrudi's Learning Square. നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ ഇറ്റ് സെമി കണ്ടക്ടേഴ്സ്. നമുക്ക് സെമി കണ്ടക്ടേഴ്സ് നമ്മുടെ ഡെയിലി ലൈഫിൽ എവിടെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മളെവിടെയൊക്കെ യൂസ് ചെയ്യുന്നത് ലാപ്ടോപ്പിൽ യൂസ് ചെയ്യും, കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യും, പിന്നെ ഇത് മൈക്രോവേവ് ഓവനിൽ യൂസ് ചെയ്യും. അങ്ങനെ ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻസ് ഓഫ് ലൈഫിലൊക്കെ നമ്മൾ സെമി കണ്ടക്ടേഴ്സ് യൂസ് ചെയ്യും. അതുകൊണ്ട് തന്നെ സെമി കണ്ടക്ടേഴ്സ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി സെമി കണ്ടക്ടേഴ്സ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അതിനു മുമ്പ് വി ഷുഡ് നോ വാട്ട് ഈസ് കണ്ടക്ടർ. ഓക്കെ, സോ ഒരു കണ്ടക്ടറിനകത്ത് എപ്പോഴും ഒരു സബ്സ്റ്റൻസ് നല്ല കണ്ടക്ടറാന്ന് പറയുകയാണെങ്കിൽ ദാറ്റ് മീൻസ് ഇറ്റ് ഹാസ് ഗോട്ട് ഫ്രീ ഇലക്ട്രോൺസ്, ഫ്രീ വാലൻസ് ഇലക്ട്രോൺസ് ഉള്ള ഒരു സബ്സ്റ്റൻസിനാണ് നമ്മൾ കണ്ടക്ടർ എന്ന് പറയുന്നത്. ആ ഫ്രീ ഇലക്ട്രോൺസ് ഉള്ളത് കൊണ്ടാണ് ആ സബ്സ്റ്റൻസ് കണ്ടക്ട് ചെയ്യാനുള്ള കാര്യം. അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നതാണ് ഇൻസുലേറ്റർ. ഇൻസുലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ ഇലക്ട്രോൺസ് ഇല്ല, അതുകൊണ്ട് അത് അധികം കണ്ടക്ട് ചെയ്യില്ല. ഓക്കെ, അപ്പോൾ കണ്ടക്ടറിനകത്ത് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്, ഇൻസുലേറ്ററിനകത്ത് ഫ്രീ ഇലക്ട്രോൺസ് ഇല്ല. ഇനി ഇതിന് രണ്ടിലും ഇടയിൽ വരുന്ന ഒരാളാണ് സെമി കണ്ടക്ടേഴ്സ്. ഞാൻ SC എന്ന് പറഞ്ഞിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. സെമി കണ്ടക്ടർ. സെമി കണ്ടക്ടറിൽ നമുക്ക് പറയുന്ന പോലെ തന്നെ സെമി, അതായത് കുറച്ച് കണ്ടക്ട് ചെയ്യും. അപ്പോൾ കുറച്ച് കണ്ടക്ട് ചെയ്യുന്നതിൻ്റെ അർത്ഥം എന്താ? ഇറ്റ് ഹാസ് ഗോട്ട് സം ഫ്രീ വാലൻസ് ഇലക്ട്രോൺസ് അല്ലേ. ഇനി നമ്മൾ കുറച്ച് ടേംസ് പഠിക്കാൻ പോവാണ്. എന്താണ് ഇലക്ട്രോൺ? ഇലക്ട്രോൺ നമുക്കറിയാം, ചെറിയ ക്ലാസ് തൊട്ട് പഠിക്കുന്നതാണ്. നെഗറ്റീവ്ലി ചാർജ് പാർട്ടിക്കിളിനെയാണ് നമ്മൾ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഇസ് ഹോൾ, HOLE. ഇത് നമുക്കൊരു പുതിയ കൺസെപ്റ്റാണ്. അതായത് ഇലക്ട്രോൺ ഇല്ലാത്ത അവസ്ഥ, ദാറ്റ് ഇസ് നോൺ ആസ് ഹോൾ. അതായത് ഇപ്പോൾ ഒരു സപ്പോസ് ഒരു ചെയറിനകത്ത് ഒരാൾ ഇരിക്കുകയാണെന്ന് വിചാരിച്ചോളൂ. ആ ആളാണ് നമ്മുടെ ഇലക്ട്രോൺ. ആ ആൾ അവിടെ നിന്ന് എണീറ്റ് പോയി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന വേക്കൻസി, ഓക്കെ, ദാറ്റ് ഇസ് നോൺ ആസ് യുവർ ഹോൾ. ഓക്കെ, അതായത് ഇഫ് എൻ ഇലക്ട്രോൺ ഇറ്റ് എസ്കേപ്സ് ഫ്രം എ പെർട്ടിക്കുലർ പ്ലേസ്, ദാറ്റ് പ്ലേസ് ഓർ ദാറ്റ് വേക്കൻസി ഇസ് നോൺ ആസ് ഹോൾ. ഓക്കെ, ഇനി ഇൻസുലേറ്ററിൻ്റെ കേസിൽ എന്താ പറ്റണമെന്നുള്ളത് നമുക്ക് നോക്കാം. എനർജി ബാൻഡ് ഡയഗ്രം. അപ്പോൾ ഇതിൽ നമുക്ക് രണ്ട് ബാൻഡ് ഉണ്ട്, ഒന്ന് വാലൻസ് ബാൻഡ്, ഒന്ന് കണ്ടക്ഷൻ ബാൻഡ്. നമ്മുടെ ഇലക്ട്രോൺസ് എല്ലാം ഉണ്ടാവുന്നത് വാലൻസ് ബാൻഡിലായിരിക്കും. ഈ വാലൻസ് ബാൻഡിലുള്ള ഇലക്ട്രോൺസിന് ഒരു പെർട്ടിക്കുലർ എനർജി കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ആ ഇലക്ട്രോൺസ് ഇറ്റ് ഗോസ് ടു ദി ഹയർ എനർജി ലെവൽ, അതായത് കണ്ടക്ഷൻ ബാൻഡിൽ എത്തുള്ളൂ. അപ്പോൾ അതിന് പെർട്ടിക്കുലർ എനർജി കിട്ടണം. പക്ഷേ ഇവിടെ ഉണ്ടാവുന്ന ഈ രണ്ട് ബാൻഡുകൾ തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസിനാണ് നമ്മൾ എനർജി ഗ്യാപ്പ് എന്ന് കൊടുക്കുന്നത്, EG എന്ന് പറഞ്ഞിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് ഈ ഇലക്ട്രോൺസിനെ, അതായത് വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് കൊണ്ടുവരാൻ പറ്റാത്ത ഒരവസ്ഥ വരും. അതാണ് ഇൻസുലേറ്ററിൽ നടക്കുന്നത്. ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തു കഴിഞ്ഞാലും, ഇലക്ട്രിക് ഫീൽഡ് എന്തിനാണ് നമ്മൾ കൊടുക്കുന്നത്? ഇലക്ട്രോൺസിനെ ഹയർ എനർജി ലെവലിലേക്ക് എക്സൈറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുന്നത്. അത് കൊടുത്തു കഴിഞ്ഞാൽ പോലും നമുക്ക് ഇലക്ട്രോൺസിനെ എക്സൈറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റില്ല ഇൻ ദ കേസ് ഓഫ് ഇൻസുലേറ്റർ. ദാറ്റ് മീൻസ് എനർജി ഗ്യാപ്പ് ഇസ് വെരി ഹൈ, അല്ലെങ്കിൽ കുറച്ച് കൂടുതലാണ് എനർജി ഗ്യാപ്പ്. അത്രയും എനർജി കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ പഠിക്കുന്ന സെമി കണ്ടക്ടേഴ്സിനകത്തുള്ള എനർജി ബാൻഡ് ഡയഗ്രം ആണ്. താഴെയുള്ള വാലൻസ് ബാൻഡാന്ന് ഞാൻ പറഞ്ഞു, മുകളിലുള്ളത് കണ്ടക്ഷൻ ബാൻഡാണ്. അപ്പോൾ ഫ്രീ ഇലക്ട്രോൺസ് എപ്പോഴും ഉണ്ടാകുന്ന എവിടെയായിരിക്കും? വാലൻസ് ബാൻഡിലായിരിക്കും. അപ്പോൾ ഞാൻ കുറച്ച് ഇലക്ട്രോൺസിനെ ഇവിടെ മാർക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ സെമി കണ്ടക്ടേഴ്സിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ വാലൻസ് ബാൻഡ് ഇസ് ടോട്ടലി ഫിൽഡ്, ഇറ്റ് ബി ടോട്ടലി ഫിൽഡ്. കണ്ടക്ഷൻ ബാൻഡ് എംപ്റ്റി ആയിരിക്കും, ഇതിനകത്ത് ഇലക്ട്രോൺസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതിൻ്റെ എനർജി ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1 ഇലക്ട്രോൺ വോൾട്ട്. EG എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1 ഇലക്ട്രോൺ വോൾട്ട്. അതായത് ഇത് തമ്മിലുള്ള ഗ്യാപ്പ് കുറവാണ്. അപ്പോൾ കുറവാകുമ്പോൾ എന്ത് പറ്റും? 0 കെൽവിനിലാണെങ്കിൽ ഇറ്റ് ആക്ട് ആസ് എൻ ഇൻസുലേറ്റർ. അതായത് 0 കെൽവിനിലാണെങ്കിൽ ഇതിൽ ഇലക്ട്രോൺസിനൊന്നും ഇങ്ങോട്ട് ചാടാൻ പറ്റില്ല, അതിനുള്ള എനർജി അതിനില്ല. പക്ഷേ റൂം ടെമ്പറേച്ചറിലാണെങ്കിൽ കുറച്ചും കൂടെ ടെമ്പറേച്ചർ ഉണ്ട് അല്ലേ. സോ വാട്ട് ഹാപ്പൻസ് ഇസ് വാലൻസ് ബാൻഡിനകത്തുള്ള ഇലക്ട്രോൺസ് ഇറ്റ് ജംപ്സ് ടു ദി കണ്ടക്ഷൻ ബാൻഡ്. അപ്പോൾ അത് എക്സൈറ്റഡ് ആയിട്ട് കണ്ടക്ഷൻ ബാൻഡിലേക്ക് കുറച്ച് ഇലക്ട്രോൺസ് നീങ്ങും. അതുകൊണ്ടാണ് അത് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. കുറച്ച് പാർഷ്യലി അത് കണ്ടക്ട് ചെയ്യും. ഓക്കെ, ഇനി കണ്ടക്ടേഴ്സിൻ്റെ കേസിൽ നോക്കാം. കണ്ടക്ടേഴ്സിൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഫ്രീ ഇലക്ട്രോൺസ് വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് കയറുന്ന കേസാണ് കണ്ടക്ടേഴ്സിൽ വരുന്നത്. അപ്പോൾ അതിൻ്റെ എനർജി ബാൻഡ് ഡയഗ്രം എങ്ങനെയായിരിക്കും? അതായത് നമുക്കറിയാം സെമി കണ്ടക്ടേഴ്സിൽ ഈ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിലുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി ലെസ് അല്ലേ. അപ്പോൾ കണ്ടക്ടേഴ്സിൽ പറഞ്ഞാൽ കുറച്ചും കൂടി കുറവായിരിക്കും. ദാറ്റ് മീൻസ് ദേ ആർ ഗോയിങ് ടു ഓവർലാപ്പ്. വാട്ട് ഇസ് ഇറ്റ്? ഓവർലാപ്പ്. എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇപ്പോൾ ഇതാണ് എൻ്റെ വാലൻസ് ബാൻഡ്. വാലൻസ് ബാൻഡിൻ്റെ ഒരു ലെയർ ഞാൻ ഇവിടെയും ഒരെണ്ണം ഇവിടെയും വെച്ചേക്കാണ്. കണ്ടക്ഷൻ ബാൻഡിൻ്റെ 1 is here and another I am going to draw it here. See, ഇത് രണ്ടുമാണ് കണ്ടക്ഷൻ ബാൻഡ്, ഇത് രണ്ടുമാണ് വാലൻസ് ബാൻഡ്. അപ്പോൾ ഇവിടെ ഓവർലാപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വരയ്ക്കാൻ കാര്യം കേട്ടോ. ഇതും ഇതും കണ്ടക്ഷൻ ബാൻഡ്, ഇതും ഇതും വാലൻസ് ബാൻഡ്, ദേ ആർ ഓവർലാപ്പിംഗ്. സോ വാട്ട് ഹാപ്പൻസ്? വാലൻസ് ബാൻഡിലുള്ള ഇലക്ട്രോൺസിന് എളുപ്പത്തിൽ
എവിടെ കയറാൻ പറ്റും? കണ്ടക്ഷൻ ബാൻഡിലേക്ക് കയറാൻ പറ്റും. ഓക്കെ, അപ്പോൾ കണ്ടക്ഷൻ ബാൻഡിൽ എത്തിക്കഴിഞ്ഞാൽ ആ ഇലക്ട്രോൺ ഇറ്റ് ഇസ് ഫ്രീ അവൈലബിൾ ഫോർ കണ്ടക്ഷൻ. അത് പിന്നെ കണ്ടക്ഷൻ അവൈലബിൾ ആണ്. ഓക്കെ, ക്ലിയർ? അടുത്തത് സെമി കണ്ടക്ടേഴ്സ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഇൻട്രൻസിക് സെമി കണ്ടക്ടറും ഒന്ന് എക്സ്ട്രൻസിക് സെമി കണ്ടക്ടറും. എന്താണെന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. നമുക്ക് എന്താ ഇൻട്രൻസിക് സെമി കണ്ടക്ടർ എന്നുള്ളത് നോക്കാം. ഇൻട്രൻസിക് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ പ്യോർ ഫോം ഓഫ് സെമി കണ്ടക്ടർ. പ്യോർ കേട്ടോ, പ്യോർ ഫോം ഓഫ് സെമി കണ്ടക്ടർ ആണ്. അതായത് ഇപ്പോൾ നമ്മുടെ ഒരു സെമി കണ്ടക്ടറായിട്ട് നമ്മൾ എടുക്കുന്നത് സിലിക്കൺ എടുക്കാമെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ സിലിക്കൺ ആണെങ്കിൽ അതിന് ഔട്ടർ മോസ്റ്റിൽ 4 ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ? ഈ 4 ഇലക്ട്രോൺസ് ഒരു ക്രിസ്റ്റലാണ് നമ്മൾ എടുക്കണം കേട്ടോ. അപ്പോൾ വാട്ട് ഹാപ്പൻസ്, നെയ്ബറിങ് സിലിക്കൺ ആറ്റംസ് ഒക്കെ നമുക്ക് ഉണ്ട് അല്ലേ? എല്ലായിടത്തും സിലിക്കൺ ഉണ്ട്, മുകളിലുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ 1 2 3 4, ഇവിടെയും 1 2 3 4, ഇവിടെയും 1 2 3 4. ഈ ഇത് ക്രോസ് മാർക്ക് ഇട്ടേക്കുന്നൊക്കെ ഇലക്ട്രോൺസ് ആണ്. സോ വാട്ട് ഹാപ്പൻസ്, ഇവിടെ എല്ലായിടത്തും കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യും അല്ലേ? ഇവിടെയും ഫോം ചെയ്യും, ഇവിടെയും ഫോം ചെയ്യും, ഇവിടെയും ഒരു സിലിക്കൺ ഉണ്ട്, അപ്പോൾ അവിടെയും കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഫ്രീ ഇലക്ട്രോൺസ് ഇല്ല അല്ലേ? നോക്കിയേ, ഇപ്പോൾ ഈ ഒരു ആറ്റത്തിന് നോക്കുകയാണെങ്കിൽ എല്ലായിടത്തും ബോണ്ട് ഫോർമേഷൻ നടന്നേക്കാണ്. അപ്പോൾ ഫ്രീ ഇലക്ട്രോൺസ് കണ്ടക്ഷന് വേണ്ടിയിട്ട് അവൈലബിൾ അല്ല. സോ ഇൻട്രൻസിക് സെമി കണ്ടക്ടർ ഇറ്റ് ആക്ട്സ് ലൈക്ക് എൻ ഇൻസുലേറ്റർ. കാരണം ഫ്രീ ഇലക്ട്രോൺസ് ഒന്നുമില്ല, എല്ലാതും ബോണ്ട് ഫോർമേഷന് പോയേക്കാണ്. അപ്പോൾ ഫ്രീ ഇലക്ട്രോൺസ് ഒന്നുമില്ല. സോ ഇറ്റ് ഇസ് ജസ്റ്റ് ലൈക്ക് എൻ ഇൻസുലേറ്റർ. പക്ഷേ റൂം ടെമ്പറേച്ചറിൽ വാട്ട് ഹാപ്പൻസ്, റൂം ടെമ്പറേച്ചറിൽ കുറച്ച് കോവാലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്യും. ഇപ്പോൾ ഇത് ഒരു കോവാലന്റ് ബോണ്ടാണ്. ഇത് ബ്രേക്ക് ചെയ്യുമ്പോൾ വാട്ട് ഹാപ്പൻസ്, 2 കോവാലന്റ് ബോണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2 ഇലക്ട്രോൺസ് തമ്മിൽ ഷെയറിങ് കാരണം ഉണ്ടാകുന്നതാണ് കോവാലന്റ് ബോണ്ട്. അപ്പോൾ ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ ഈ ഇലക്ട്രോൺസ് ഫ്രീ ആയി, ഈ 2 ഇലക്ട്രോൺസ് ഫ്രീ ആയി. അപ്പോൾ എന്ത് പറ്റും, വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് ഇലക്ട്രോൺസ് ജമ്പ് ചെയ്ത് പോകും അല്ലേ? അതായത് ഞാൻ റെപ്രസെൻറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ വാലൻസ് ബാൻഡ് ഉണ്ട്, ഇവിടെ മുകളിൽ കണ്ടക്ഷൻ ബാൻഡ്. തിരിഞ്ഞു വരുത് കേട്ടോ. കണ്ടക്ഷൻ ബാൻഡിൽ എത്തിക്കഴിഞ്ഞാൽ കണ്ടക്ഷൻ വരുള്ളൂ, അതുകൊണ്ട് എപ്പോഴും ഇത് മുകളിലായിരിക്കും. അപ്പോൾ ഈ വാലൻസ് ബാൻഡിനകത്തുള്ള ഇലക്ട്രോൺസ് കണ്ടക്ഷൻ ബാൻഡിലേക്ക് എത്തുകയാണ്. കണ്ടക്ഷൻ ബാൻഡിലേക്ക് എത്തുന്നത് എപ്പോഴായിരിക്കും, കുറച്ച് ഹീറ്റ് അബ്സോർബ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഉള്ളപ്പോഴായിരിക്കും. അപ്പോൾ കൂടുതൽ ടെമ്പറേച്ചർ കൊടുക്കണ അനുസരിച്ചിട്ട് കൂടുതൽ ഇലക്ട്രോൺസ് ഇറ്റ് ജംപ്സ് ടു ദി ഹയർ എനർജി ലെവൽ, അല്ലെങ്കിൽ കണ്ടക്ഷൻ ബാൻഡിലേക്ക് കൂടുതൽ ഇലക്ട്രോൺസ് ഇറ്റ് ജംപ്സ് ഫ്രം ദി വാലൻസ് ബാൻഡ് ടു ദി കണ്ടക്ഷൻ ബാൻഡ് അല്ലേ? അപ്പോൾ ഇവിടുന്ന് ഒരു ഇലക്ട്രോൺ മിസ്സായി, അതായത് ഇവിടുന്ന് ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ട് ജമ്പ് ചെയ്തു. സോ വാട്ട് ഇസ് ക്രിയേറ്റഡ് ഹിയർ, ഇവിടെ ഒരു ഹോളാണ്. ദാറ്റ് മീൻസ് ഞാൻ ഒന്നും കൂടി തന്നെ വരയ്ക്കുകയാണ്. ഇത് വാലൻസ് ബാൻഡ്, ഇത് കണ്ടക്ഷൻ ബാൻഡ്, ഇവിടെയുള്ള ഒരു ഇലക്ട്രോൺ, ഇവിടെ ഇലക്ട്രോൺ. അപ്പോൾ ഈ ഇലക്ട്രോൺ ഇങ്ങോട്ട് പോയി കഴിയുമ്പോൾ ഈ ഇലക്ട്രോൺ ഇവിടെ എത്തി അല്ല, ഇവിടുത്തെ ഇലക്ട്രോൺ ഇവിടെ എത്തി, ഇവിടുത്തെ ഇലക്ട്രോൺ ഇവിടെ എത്തി. അപ്പോൾ ഇവിടെ ബാക്കി എന്തുണ്ട്, ഇവിടെ ഇലക്ട്രോൺ ഇല്ല. സോ ദാറ്റ് മീൻസ് വാട്ട് ഇസ് ക്രിയേറ്റഡ് ഹിയർ, ഹോൾ ഇസ് ക്രിയേറ്റഡ്. ഹോളാണ് എൻ്റെ ഇങ്ങനെ കേട്ടോ, ഇതാണ് ഹോള്. അപ്പോൾ ഓരോ ഇലക്ട്രോണും അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹോള് ക്രിയേറ്റ് ചെയ്യും. ദാറ്റ് മീൻസ് NE ഈക്വൽ ടു NH ഈക്വൽ ടു NI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NE എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് വിൽ ബി ഈക്വൽ ടു നമ്പർ ഓഫ് ഹോൾസ്. കാരണം എന്താ, ഞാൻ പറഞ്ഞില്ലേ, ഓരോ ഇലക്ട്രോണും ഓരോ ഹോള് ക്രിയേറ്റ് ചെയ്തു. ദാറ്റ് വിൽ ബി ഈക്വൽ ടു വാട്ട്, ദാറ്റ് ഇസ് ഈക്വൽ ടു ഇൻട്രൻസിക് കാരിയേഴ്സ്. ഇതിനെയാണ് നമ്മൾ, ഈ 2 എണ്ണത്തിനാണ് നമ്മൾ ഇൻട്രൻസിക് കാരിയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻട്രൻസിക് സെമി കണ്ടക്ടർ ഇപ്പോൾ നമ്മൾ പഠിച്ചു പ്യോർ ഫോം ആണ്. അപ്പോൾ അതിനകത്ത് കണ്ടക്ടിവിറ്റി ഭയങ്കര കുറവാണ്. അപ്പം അതിൻ്റെ കണ്ടക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ഒന്നല്ലെങ്കിൽ നമുക്ക് ടെമ്പറേച്ചർ യൂസ് ചെയ്തിട്ട് കൂട്ടാം, അതായത് വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് ഇലക്ട്രോണിനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അതിനകത്തൊരു ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യാണ്. അതായത് ഇൻട്രൻസിക് സെമി കണ്ടക്ടറിനകത്ത് നമ്മളൊരു ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ കണ്ടക്ടിവിറ്റി കുറച്ചും കൂടെ കൂടും. അപ്പോൾ ഈ ഇൻട്രൻസിക് സെമി കണ്ടക്ടറിനകത്ത് ഇമ്പ്യൂരിറ്റീനെ ആഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ പറയുന്നത് ഡോപ്പിംഗ് കേട്ടോ. അതായത് ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പറയുന്നത് ഡോപ്പിംഗ്, DOPING, ഡോപ്പിംഗ്. ഓക്കെ, അത് ആഡ് ചെയ്ത് കഴിയുമ്പോൾ വാട്ട് യു ഗെറ്റ്, നമുക്ക് കിട്ടുന്നതാണ് എക്സ്ട്രൻസിക് സെമി കണ്ടക്ടർ. ഇനി എക്സ്ട്രൻസിക് സെമി കണ്ടക്ടർ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞു P ടൈപ്പും N ടൈപ്പും. എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. സെമി കണ്ടക്ടറിനകത്ത് നമ്മളൊരു ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യാണ്. ഇവിടെ ഞാൻ ആഡ് ചെയ്യുന്ന ഇമ്പ്യൂരിറ്റി ട്രൈ വാലൻ്റ് ആണ്. ട്രൈ വാലൻ്റ് എന്ന് പറഞ്ഞാൽ 3 വാലൻസ് ഇലക്ട്രോൺസ് ആയിരിക്കും ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ളത്. സിലിക്കണിന് 4 വാലൻസ് ഇലക്ട്രോൺസ് ആണ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ളത് കേട്ടോ. സിലിക്കൺ നമ്മളൊരു ക്രിസ്റ്റൽ ഫോം ആയിട്ടാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് സിലിക്കൺ ഉണ്ടാവും. ഇതിപ്പോൾ ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി ഇത് 2 മാത്രമാണ് എഴുതിയേക്കുന്നത്. ഓക്കെ, അപ്പോൾ സിലിക്കണിൻ്റെ അവിടെ 4 ഇലക്ട്രോൺസ്, അതുപോലെ തന്നെ അലുമിനിയത്തിന് അത് 3 വാലൻസ് ഇലക്ട്രോൺസ്. ഓക്കെ, അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇവിടെ ബോണ്ട് ഫോർമേഷൻ വരും. ഇങ്ങനെ ബോണ്ട് ഫോർമേഷൻ വരുന്നത് കോവാലന്റ് ബോണ്ടാണ്, ബിക്കോസ് ഷെയറിങ് ഓഫ് ഇലക്ട്രോൺസ് കൊണ്ട് ഉണ്ടാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ബോണ്ട് ഫോർമേഷൻ, ഇവിടെ ബോണ്ട് ഫോർമേഷൻ. നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇവിടെ ഒരു ഹോള് ഇറ്റ് ഇസ് ക്രിയേറ്റഡ്
ഓക്കെ. ഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺ ഇല്ലാത്ത ഒരു പ്ലേസ് ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ വാട്ട് ഹാപ്പൻസ് ഇസ്, ഇത് പോസിറ്റീവാണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. അപ്പോൾ സിലിക്കണും ഇവിടെയൊക്കെ സിലിക്കൺ ഉണ്ട്. അപ്പോൾ സിലിക്കണും തമ്മിൽ ബോണ്ട് ഫോർമേഷൻ ഉണ്ട്, കോവാലന്റ് ബോണ്ട് ഫോർമേഷൻ ഉണ്ട്. അപ്പോൾ ഒരു കോവാലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 2 ഇലക്ട്രോൺസിന് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. കാരണം 2 ഇലക്ട്രോൺസ് തമ്മിൽ ഷെയറിംഗ് കൊണ്ടുണ്ടാവുന്നതാണ് കോവാലന്റ് ബോണ്ട്. അപ്പം ഈ സിലിക്കണും തമ്മിലുള്ള കോവാലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് അതിലെ ഒരു ഇലക്ട്രോൺ വന്നിട്ട് ഇവിടെ ഒക്യുപ്പൈ ചെയ്യും. ഓക്കെ. സോ വാട്ട് ഹാപ്പൻസ്, അപ്പോൾ ഇവിടെ ഒരു ഹോള് ക്രിയേറ്റ് ആവും കേട്ടോ. എവിടെ നിന്നാണോ ഇലക്ട്രോൺ എസ്കേപ്പ് ചെയ്ത് അവിടെ ഒരു ഹോള് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ എന്ത് പറ്റും, പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. അടുത്ത 2 സിലിക്കൺ തമ്മിലുള്ള കോവാലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് അവിടുത്തെ ഇലക്ട്രോൺ വന്ന് ഇവിടെ ഇരിക്കും. അപ്പോൾ അവിടെ ഒരു ഹോള് ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ നമുക്ക് ഹോള് മൂവ് ചെയ്യുന്ന പോലെ തോന്നും. ഇവിടെ ഈ ട്രൈവാലൻ്റ് ആറ്റത്തിനെയാണ് നമ്മൾ പറയുന്നത് അക്സെപ്റ്റർ ആറ്റം എന്ന് പറയുന്നത്. അക്സെപ്റ്റർ കേട്ടോ, അക്സെപ്റ്റർ ആറ്റം. അതുപോലെ തന്നെ ഇവിടുത്തെ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദി മൂവ്മെൻറ്റ് ഓഫ് ഹോൾസ്, അല്ലെങ്കിൽ പോസിറ്റീവ് ചാർജ് കൊണ്ടാണ് നമുക്ക് ഇവിടുത്തെ കണ്ടക്ടിവിറ്റി വരാൻ കാര്യം. അപ്പോൾ പി ടൈപ്പിൽ ഓർക്കാനുള്ളത് എന്തായിരിക്കും, ഹോൾസ് ആണ്. നമ്പർ ഓഫ് ഹോൾസ് ഇറ്റ് വിൽ ബി ഗ്രേറ്റർ ദാൻ നമ്പർ ഓഫ് ഇലക്ട്രോൺ. ഓക്കെ. ഇനി എൻ ടൈപ്പ് സെമി കണ്ടക്ടറിൽ എന്താ പറയുന്നത് നോക്കാം. ഇവിടെ നമ്മൾ സിലിക്കണിൻ്റെ ഒപ്പം നമ്മൾ ആഡ് ചെയ്യുന്ന ഇമ്പ്യൂരിറ്റി എന്ന് പറയുന്നത് ആർസനിക്കാണ്. ആർസനിക് എന്ന് പറഞ്ഞാൽ പെൻറ്റാവാലൻ്റ് ആണ്. പെൻറ്റാവാലൻ്റ് മീൻസ് 5 വാലൻസ് ഇലക്ട്രോൺസ് കേട്ടോ. 1 2 3 4 5. അപ്പോൾ ഇവിടെ മുമ്പത്തെ പോലെ തന്നെ ബോണ്ട് ഫോർമേഷൻ നടക്കുകയാണ്. കോവാലന്റ് ബോണ്ട് ഷെയർ ചെയ്ത് ബോണ്ട് ഫോർമേഷൻ നടന്നു. പിന്നെ നമുക്ക് എന്താ ഉള്ളത്, ഇതിന് ബോണ്ട് ഫോർമേഷൻ നടത്താൻ ഇവിടെ ആരുമില്ല. ദാറ്റ് മീൻസ് വി ആർ ഹാവിങ് ആൻ എക്സസ് ഓഫ് ഇലക്ട്രോൺ. ഈ ഇലക്ട്രോൺ ഈ ക്രിസ്റ്റൽ സ്ട്രക്ചറിനകത്ത് എവിടെയെങ്കിലും ഡെഫിഷ്യൻസി ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ ഈ ഇലക്ട്രോൺ അതിനങ്ങ് ഡൊണേറ്റ് ചെയ്യും. അതായത് ഇവിടെ വി ആർ ഹാവിങ് ആൻ എക്സസ് ഓഫ് ഇലക്ട്രോൺ. അപ്പോൾ എൻ ടൈപ്പ് സെമി കണ്ടക്ടറിനകത്ത് വി ആർ ഹാവിങ് എക്സസ് ഓഫ് ഇലക്ട്രോൺ. അപ്പോൾ NE വിൽ ബി ഗ്രേറ്റർ ദാൻ NH. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് വിൽ ബി ഗ്രേറ്റർ ദാൻ നമ്പർ ഓഫ് ഹോൾസ്. ക്ലിയർ ആയില്ലേ?